الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على صاحب الشرع القويم والمنهج المستقيم محمد وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين يزعمون أنهم آمنوا بما أنزل إليك وما أنزل من قبلك يريدون أن يتحاكموا إلى الطاغوت وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول رأيت المنافقين يصدون عنك صدودا. فكيف إذا أصابتهم مصيبة بما قدمت أيديهم ثم جاءوك يحلفون بالله إن أردنا إلا إحسانا وتوفيقا. أولئك الذين يعلم الله ما في قلوبهم فأعرض عنهم وعظهم وقل لهم في أنفسهم قولا بليغا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസായിലെ 60-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത് നമുക്കിടയിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയാണെങ്കിൽ നമ്മളത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്ന കാര്യങ്ങളാണ്. فإن تنازعتم في شيء فردوه إلى الله والرسول. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഭിന്നിപ്പുണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ നിങ്ങൾ ഭിന്നിപ്പുള്ള പ്രശ്നത്തെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുകയാണ് വേണ്ടത് എന്ന്. വൽ അസ്ലു അൽ അവ്വൽ, അല്ലാഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവതരിപ്പിച്ചു തന്ന വേദപ്രമാണമാണ്. ഒന്നാമത്തെ അസ്ൽ അൽ ഖുർആനുൽ കരീം വൽ അമലു ബിഹി. ഒന്നാമതായി നമ്മുടെ പ്രമാണം ഖുർആനാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് എന്താണ്? ഹുവ ത്വഅത്തുല്ലാഹി തആല, അല്ലാഹുവിനെ നമ്മൾ അനുസരിക്കുക എന്നതാണ്. അതിന് മുമ്പ് പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. അല്ലാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് കൽപ്പിച്ചുവോ അതൊക്കെ ചെയ്യുക. ഏതേതെല്ലാം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ നമ്മൾ വെടിയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ നമ്മൾ വെടിയുക. അതാണ് ശരിക്ക് തഖ്വ എന്ന് പറഞ്ഞാൽ. തഖ്വയുടെ നിർവചനം പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്, ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹിഹി.
അള്ളാഹുവിൻ്റെ അവാമിറുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുക. ഇംതിസാൽ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളതിൻ്റെ മോഡലുകളാവുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹ് വിലക്കിയ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക, ജീവിതത്തിൽ നിന്ന് അത് പാടെ വെടിയുകയും ചെയ്യുക. അതാണ് അള്ളാഹ്ക്കുള്ള അനുസരണം. റസൂലിനുള്ള അനുസരണം എന്ന് പറഞ്ഞാലോ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്ന ശൈലി, അതാണ് അൽ അസ്ലു സാനി എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മുടെ പ്രമാണം എന്താണ്? സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന സുന്നത്ത് എന്ന് പറഞ്ഞാൽ വൽ അമലു ബിഹി ത്വഅത്തു റസൂൽ. റസൂലിൻ്റെ സുന്നത്ത് ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് റസൂലിനെ അനുസരിക്കലാണ്. റസൂല് എന്തൊക്കെ സുന്നത്തായി നമുക്ക് കാണിച്ചു തന്നോ അത് ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കുമ്പോഴേ ആരെ നമ്മൾ അനുസരിക്കുന്നുള്ളൂ? റസൂലിനെ അനുസരിക്കുന്നുള്ളൂ. ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് അത്തിയുല്ലാഹ വ അത്തിയു അർ റസൂൽ. ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക, അത് സുന്നത്തല്ലേ? അല്ലേ? ആ ബിസ്മി ചൊല്ലുന്നതോടുകൂടി നമ്മൾ ആരെയും കൂടി അനുസരിക്കുന്നുണ്ട്? റസൂലിനെ അനുസരിക്കുന്നു. ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് ഏറ്റവും ചുരുങ്ങിയത്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ ത്വആമ വസഖാനിഹി ബിഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഇതൊക്കെ. അങ്ങനെ വരുമ്പോൾ എന്തായി? നമ്മൾ ആരെയും അത് മുഖേന അനുസരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നു. വലത് കാലെടുത്ത് വെച്ച് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ബിസ്മില്ലാ, അവിടെ ബിസ്മി, റസൂലിൻ്റെ പേരിൽ സ്വലാത്ത്, നമ്മുടെ പാപങ്ങൾ പൊറുത്ത് കിട്ടാനുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. അല്ലാഹുവേ, നിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണമേ. അവിടുന്ന് പുറത്ത് പോരുമ്പോഴും അങ്ങനെ തന്നെ. ഇനി പള്ളിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന സന്ദർഭത്തിലുള്ള സുന്നത്ത് എന്താണ്? പള്ളിയിലേക്ക് ഒരു അഭിവാദ്യം എന്ന നിലക്ക് തഹയ്യത്തുൽ മസ്ജിദ്. തഹയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സല്യൂട്ട്, അഭിവാദ്യം. പള്ളിയിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ പള്ളിക്ക് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടേ ഇരിക്കാവുന്ന. അപ്പോൾ രണ്ടരക്കാലത്ത് സുന്നത്ത് അവിടെ എന്തായി? അത് റസൂലിനെ അനുസരിക്കുകയാണ്. അത്തിയുല്ലാഹ വ അത്തിയു റസൂൽ. അത് നിർബന്ധമായ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ പഠിച്ചോ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ. ഇത്താഅത്തുല്ലാഹ്, പ്രവാചകചര്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ. ഇത്താഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന് നമ്മൾ പ്രമാണമായി സ്വീകരിക്കുന്നത് അൽ അസ്ലുൽ അവ്വൽ അൽ ഖുർആനുൽ കരീം, അൽ അസ്ലുൽ സാനി സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ രണ്ട് പ്രമാണങ്ങളാണ്. അത് ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇജ്മാഉം ഖിയാസും. ആധുനിക പ്രശ്നങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അതിൻ്റെ മൗലിക തത്വങ്ങൾക്കനുസരിച്ച് പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ അന്വേഷിക്കുക. അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുക, ഗവേഷണം നടത്തുക. അപ്പോൾ നമ്മുടെ റസൂലിൻ്റെ കാലത്ത് അവയവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഓപ്പറേഷനോ ചികിത്സാ രീതിയോ ഉണ്ടായിരുന്നോ? അല്ലേ? ഇപ്പോൾ കിഡ്നി മാറ്റി വെക്കുന്നില്ലേ? കിഡ്നി രോഗികൾ ഇപ്പോൾ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ രോഗികളൊന്നും, കിഡ്നി പേഷ്യൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇന്ന് നമ്മുടെ ജീവിതശൈലിയാകെ മാറിയിട്ടുണ്ട്. അന്നത്തെ ജീവിതശൈലിയല്ല ഇന്ന്. അതുകൊണ്ടാണ് അത്തരം രോഗങ്ങൾ, ഡയാലിസിസ് സംഗതികൾ അന്നുണ്ടാവും. അത് ചികിത്സാ രീതികളുണ്ടോ? കിഡ്നി തന്നെ ഇപ്പോൾ മാറ്റി വെക്കണം. പഠിച്ചോൻ സ്പെയർ കൊടുത്തിട്ടുണ്ട്. ആകെ 250 ഗ്രാമേ ഉള്ളൂ ആ സാധനം. അള്ളാഹ് 250 ഗ്രാം തൂക്കമുള്ളൊരു അവയവം നമുക്ക് നൽകി. ആ അവയവം എടുക്കുന്ന പണി നമ്മൾ പുറത്തുനിന്ന് എടുക്കാൻ ഒരു ഡയാലിസിസ് മെഷീൻ തൂക്കി നോക്കി എത്ര ഉണ്ട്? എത്ര ഭാരമുള്ള സംഗതിയാണ്. എന്നാൽ ഇതേ പണി ഇത്ര കൃത്യമായി ഒരു പ്രയാസമല്ലാതെ എടുക്കുന്നുണ്ടോ?
അള്ളാഹു അത്തരം രോഗങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു രോഗി ഉണ്ടാകുകയാണെങ്കിൽ രോഗിക്ക് ബുദ്ധിമുട്ട്, കുടുംബത്തിന് ബുദ്ധിമുട്ട്, എല്ലാം പ്രയാസം തന്നെയാണ്. എല്ലാ നിലക്കും അത് പ്രയാസമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് എന്ത് വിഷയം പറയാനത് പറഞ്ഞു ഞാൻ ഇജ്തിഹാദ്, ഗവേഷണം കേട്ടോ. ഇജ്മാ ഖിയാസ്, ഇജ്മാ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ ഏകാഭിപ്രായക്കാർ ആകുന്നതിനാണ് എന്ത്? ഇജ്മാ എന്ന് പറയുന്നത്. ഇപ്പോൾ റിസാലത്തിൻ്റെ ഇജ്മാനൊരു ഉദാഹരണം പറയാം. റിസാലത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നില്ലേ? എന്നാലല്ലേ ഒരാൾ മുസ്ലിം ആകുള്ളൂ. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതിൻ്റെ ആ റിസാലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തിമുൽ അംബിയ ആണ് എന്ന് വിശ്വസിക്കൽ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇനിയൊരു ശേഷം ഒരു പ്രവാചകൻ വരാനില്ല. ലാ നബിയ ബഅദി വലാ ഉമ്മത്ത ബഅദക്കും. എനിക്ക് ശേഷം ഒരു നബിയില്ല, നിങ്ങൾക്ക് ശേഷം ഒരു ഉമ്മത്തില്ല. എന്നാൽ നബിക്ക് ശേഷം ഇനി നബി വന്നിട്ടുണ്ട്. ആ വന്ന നബിയാണ് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരില്ലേ? അതിൽ കൊളത്തര പള്ളിയുണ്ട്, അപ്പം ഉണ്ട്, അവരോടുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ആ വിശ്വാസം എന്തല്ല? ഇസ്ലാമികം അല്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ മുസ്ലിങ്ങളല്ല. വഹും ഖാരിജൂന മിനൽ മില്ല, ഈ മില്ലത്തിൽ നിന്ന് പുറത്തു പോയ ആളുകളാണ് എന്നുള്ളത് ഇജ്മാഉൽ ഉമ്മയാണ്. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ എല്ലാ പണ്ഡിതന്മാരും ഐക്യകണ്ഠേന അംഗീകരിച്ച ഒരു കാര്യമാണ്. അതേപോലുള്ള കാര്യങ്ങളാണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ അതല്ല, ഗവേഷണപരമായ കാര്യങ്ങൾ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ചികിത്സക്ക് വേണ്ടി നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവയവങ്ങളൊക്കെ ദാനം ചെയ്യുന്നുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അവയവങ്ങൾ, എൻ്റെ ഒരു അവയവം വേറൊരാൾക്ക് കൊടുക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്തില്ല, പ്രയാസമില്ല. അപ്പോൾ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം അതിന് സ്പെയർ ഉണ്ട്. 2 പഠിച്ചോൻ തന്നിട്ടുണ്ട്. ഒന്ന് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ പ്രശ്നം എന്ത് ചെയ്യും? പരിഹരിച്ചു പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു? 2 കിഡ്നിക്ക് പ്രശ്നമൊന്നുമില്ലാത്ത ആളുകൾ തൻ്റെ കുടുംബത്തിലാരെങ്കിലും അല്ലെങ്കിൽ തനിക്ക് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കിഡ്നി ദാനം ചെയ്യുന്നു. ദാനം ചെയ്യാം, വിൽക്കാൻ പാടില്ല. കിഡ്നി വിറ്റിട്ട് കാശ് വാങ്ങാൻ പാടില്ല. കിഡ്നി നമുക്ക് എന്ത് ചെയ്യാം? ദാനം ചെയ്യാം. കാരണം നമ്മളെ മുതലല്ലേ നമുക്ക് വിൽക്കാൻ പാടുള്ളൂ. ആരാൻ്റെ മുതലെടുത്തിട്ട് നിങ്ങൾ കച്ചവടം നടത്തുമോ? അവൻ്റെ പറമ്പിൽ ഒരു മരമുണ്ട്, മുറിച്ചുകൊണ്ടേക്കോ, പൈസ ഇങ്ങോട്ട് തന്നതാന്ന് പറഞ്ഞാൽ. അപ്പോൾ കിഡ്നി ആരുതാണ്? നമ്മളെ കിഡ്നി ആരുതാ? നമ്മളതാ ആരുതാ? ഇതിൻ്റെ ഉടമ ആരാണ്? പഠിച്ചോൻ്റെ ആണ്. അതുകൊണ്ട് നമുക്കത് വിൽക്കാൻ പാടില്ല. ഇപ്പം ബ്ലഡ് കൊടുക്കുന്നില്ല നമ്മൾ, രക്തദാനം. റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെയുള്ള സംഗതി ഉണ്ടോ? ഇല്ല. രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ദാനം ചെയ്തിട്ടൊന്നുമില്ല. ചികിത്സാ രീതി ഒന്നും അന്നില്ല. ഒരില്ല രക്തം തന്നെ പുറത്ത് കളഞ്ഞിട്ട് കൊമ്പ് വെക്കുന്ന രീതിയൊക്കെയാണ് അന്നില്ല. വേറെ ആൾക്ക് ദാനം ചെയ്യുന്ന പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പം അതൊക്കെ ഉണ്ട്. ആ ബ്ലഡ് നമ്മൾക്ക് ഡൊണേറ്റ് ചെയ്യാം. എന്ത് ചെയ്യാം? ഒരാൾക്ക് ദാനം ചെയ്യാം. നമ്മുടെ രക്തം നമ്മുടേതാണോ? അല്ല, നമ്മളല്ല അതിൻ്റെ ഉടമകൾ. അതുകൊണ്ട് ബ്ലഡ് കൊടുത്തിട്ട് കാശ് വാങ്ങാൻ പാടില്ല. കിഡ്നി കൊടുത്തിട്ട് കാശ് വാങ്ങാൻ പാടില്ല. കിഡ്നി വിറ്റ് ഹജ്ജിന് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് ഹജ്ജാണ്? ഹജ്ജിന് അങ്ങനെയല്ല, ഹജ്ജിന് പോകണ്ടേ. അപ്പോൾ മനസ്സിലായാലും ഇത് ചെയ്യുന്നതിന് എന്തില്ല? വിരോധമില്ല എന്നതാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലുള്ള ഇജ്തിഹാദിയായ അഭിപ്രായം, ഗവേഷണപരമായ അഭിപ്രായം. കാരണം ഒരാളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത്, ഒരാൾക്ക് ജീവൻ നൽകുക എന്നുള്ളത്, നമുക്ക് ജീവൻ നൽകാൻ പറ്റുമോ? ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ മരണത്തിലേക്ക് പോകുന്ന ഒരാളെ ട്രീറ്റ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രക്ഷാപ്രവർത്തനത്തിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് നമുക്ക് അയാൾക്ക് ജീവൻ നൽകുന്നതിന് തുല്യമാണ്.
അതുമല്ല നിങ്ങൾ ഒരാൾക്ക് അങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കഅന്നമാ അഹ്യന്നാസ ജമീഅൻ, ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ജീവൻ നൽകിയതിന് സമാനമാണ്. അത്ര പുണ്യകരമായൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ഇജ്തിഹാദിയായ സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഇജ്മാഅ് ഇജ്തിഹാദും ഒക്കെ അതിൽ വരുന്ന സംഗതിയാണ്. പിന്നെ ഖിയാസും അത് തന്നെയാണ്. പരസ്പരം എന്ത് ചെയ്യുക, നബിൻ്റെ കാലത്തില്ലാത്ത പ്രശ്നങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുയോജ്യമായ കാര്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ദീനിൻ്റെ ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. ഖിയാസിന് ഉദാഹരണം പറയുകയാണെങ്കിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നില്ലേ? അവർ ഫിത്ർ സക്കാത്ത് സാമിൻ തമ്പ് കണ്ടോ, അവർക്ക് ഗോതമ്പ്, അതേപോലെ തന്നെ ഈത്തപ്പഴം, ഇതൊക്കെയായിരുന്നു അവരുടെ വിഭവങ്ങൾ, റസൂലിൻ്റെ കാലത്തുള്ള വിഭവങ്ങൾ. അതൊക്കെയായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതില്ലാത്ത സ്ഥലങ്ങളിലോ അവരുടെ മുഖ്യ ആഹാരം എന്താണോ അത് നമ്മൾ നൽകിയാൽ മതി. നമ്മളെന്താ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കാറില്ല? നബി ഗോതമ്പാ കൊടുത്തത്, അതുകൊണ്ട് അതെന്നെ കൊടുക്കണം പറയാം. പാൽക്കട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, പാൽക്കട്ടിയൊക്കെ എല്ലാം കൊടുക്കും കേട്ടോ. ഫിത്ർ സക്കാത്ത് നബി കൊടുത്തൊക്കെ കൊടുക്കണം, അന്യ സുന്നത്ത് എന്ന് പറയുന്ന ആൾക്കാർ. ആ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതും കൂടി നമ്മൾ കരുതേണ്ട. റസൂൽ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഉമ്മത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രയാസമില്ലാതെ നിർവഹിക്കാനുള്ള അനുവാദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഈ അഖീഖയൊക്കെ ഇറക്കുമ്പോഴാണ് ചില ആൾക്കാർക്ക് ഒരു വാശി ഉണ്ടാകുക. ആടിന് മാത്രമേ ഇറക്കാൻ പാടുള്ളൂ അല്ലേ? എങ്ങനെയല്ലേ? ആടിന് മാത്രമേ ഇറക്കാൻ പാടുള്ളൂ. നിങ്ങളെന്താ അഖീഖ ഇറക്കൽ? ഒരു കുഞ്ഞ് ജനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ തന്നതിൻ്റെ സന്തോഷം അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ പിറവി മുടി കളയലും പേരിടലും, അതേപോലെ തന്നെ ആൺകുട്ടിയാണെങ്കിൽ സുന്നത്ത് കഴിക്കലും അഖീഖ അറുക്കുക എന്നുള്ളതൊക്കെ റസൂൽ അതിൽ സുന്നത്താക്കി വെച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഭാഗത്ത് എന്താ അറക്കലില്ലേ? എന്നാ അറക്കുന്നതോ തുറക്കുക, എന്താ മുണ്ടാത്ത പറയും. നിങ്ങൾ മാടിനെയാണോ ആടിനെയാണോ അറക്കാറുള്ളത്? രണ്ടിനെ അറക്കും. ഓക്കെ, രണ്ടിനെ അറക്കും. ആ റസൂൽ ആടിനെ മാത്രമേ അറുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ആടിനെ മാത്രമേ അറുക്കാവൂ എന്ന് പറയുന്ന ആളുകൾ ഹജ്ജിന് പോകുമ്പം എന്ത് ചെയ്യും? അപ്പോൾ റസൂൽ അറുക്കണ്ട. ഹജ്ജിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ അറുത്തു. ആ ഹദീസ് കാണുന്നില്ല. ഇവിടുന്ന് ഹജ്ജിന് പോയ ആരെങ്കിലും ഒട്ടകത്തെ അറുത്തിട്ടോ? ഹജ്ജിന് പോയിരുന്നു കൈവക്കി ഹജ്ജിമാർ. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ, ബാറക്കല്ലാഹു ഫീക്കും. മറ്റുള്ളവർക്കൊക്കെ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് പഠിച്ചു നൽകട്ടെ. ആമീൻ. നിങ്ങളെന്തേർത്ത് ഒട്ടകർത്തോ? എത്ര ആൾ കൂടി? 7 ആൾ കൂടി ഒട്ടകർത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് അറുത്തത്. അപ്പോൾ ഒട്ടകവും ആടുവാണെങ്കിൽ 7 ആൾക്ക് വരെ എന്ത് ചെയ്യാം? നമ്മളിവിടെ ഉദൂയത്ത് ഇറക്കണ മാതിരി ഉദൂയത്തിൽ എത്ര പേരെ പങ്കാളികളാകാം? 7 ആകാം. അതുപോലെ ഹജ്ജിന് ഇറക്കുകയാണെങ്കിൽ ഒട്ടകമാണെങ്കിൽ 7 ആൾക്ക് കൂടാം. അതേപോലെ തന്നെ മാടിനെ ഇറക്കുകയാണെങ്കിലും 7 ആൾക്ക് കൂടാം. ആടാണെങ്കിൽ ഒന്നേ ഇറക്കാൻ പറ്റുള്ളൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്ത ഹജ്ജിൻ്റെ ആ സുന്നത്ത് പാലിക്കുന്ന ആരുമില്ല. റസൂൽ ഒറ്റക്ക് ഒരൊട്ടകത്തെയല്ല അറുത്തത്. എത്ര ഒട്ടകത്തെ അറുത്തത്? 100 ഒട്ടകത്തെ അറുത്തത്. 63 എണ്ണം പ്രവാചകൻ സ്വന്തം കൈകൊണ്ടറുത്തു. ബാക്കിയുള്ളത് അറക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. 63ാമത്തെ വയസ്സിലാണ് ആര് മരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. അത് റസൂൽ ചെയ്ത മാതിരി തന്നെ അറുക്കണം അപ്പോൾ ആർക്കൊന്നുമില്ല, നിർബന്ധമില്ല. അപ്പോൾ അതാണ് ഈ ദീനിൽ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് അൽ അസ്ലു അൽ അവ്വൽ ഖുർആൻ, അൽ അസ്ലു അസ്സാനി സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത്. നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയും.
ഏത് കാലത്തും എത്ര കൊല്ലം ഇവിടെ മനുഷ്യന്മാർ ജീവിക്കും, എത്ര പിന്നെ ആധുനിക പ്രശ്നങ്ങളുണ്ടാകും, അതിനൊക്കെ പരിഹാരം എവിടെ നോക്കിയാൽ കാണും? ഖുർആനിൽ നിന്ന് കാണാൻ കഴിയും. അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. ഖുർആനിൻ്റെയും പ്രവാചകചര്യയുടെയും കവാടങ്ങൾ നമ്മുടെ നേരെ അതിനു വേണ്ടി മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അതാണ് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ മടക്കേണ്ടത് ഒന്ന് അള്ളാഹുലേക്ക് എന്ന് പറഞ്ഞാൽ ഇലാ കിതാബില്ലാഹി സുബ്ഹാനഹു വതആല, ഇലാ റസൂൽ എന്ന് പറഞ്ഞാലോ ഇലാ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ നിലപാട് എന്നാണ്. ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا. അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളതും ഏറ്റവും നല്ല പര്യവസാനത്തിന് പറ്റുന്നതും അതാണ് തഅ്വീൽ. നിങ്ങൾക്ക് ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാകാനും അള്ളാഹിൻ്റെ കിതാബും റസൂലിൻ്റെ സുന്നത്തും നിങ്ങൾ വെടിയാതിരിക്കുക. അതുകൊണ്ടാണ് തറക്തു ഫീക്കും അംറൈൻ എന്നല്ല പറഞ്ഞത്, അല്ലേ? നിങ്ങളിൽ 2 കാര്യങ്ങൾ ഒഴിവാക്കിപ്പോയി എന്നാണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തറക്തു ഫീക്കും ഉമൂർ സലാസ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉമൂർ അർബഅ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉമൂർ ഖംസ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഖുർആനും സുന്നത്തും അതിലാണ് നമ്മൾ അഭയം കണ്ടെത്തേണ്ടത്. ഇനി നോക്കൂ, അലം തറ ഇലല്ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. അലം തറ, നിങ്ങൾ കണ്ടില്ലേ പ്രവാചകരെ? ആരെ കണ്ടില്ലേന്നാ? ഇലല്ലദീന യസ്ഉമൂന, ഇങ്ങനെ വാദിക്കുന്ന ഒരു വിഭാഗത്തെ. സഅമ യസ്ഉമു എന്ന് പറഞ്ഞാൽ വാദിച്ചു, ജൽപ്പിച്ചു എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് അവർ ജൽപ്പിക്കുന്നത്? എന്താണ് അവർ വാദിക്കുന്നത്? അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. അന്നഹും ആമനൂ, നിശ്ചയമായും അവർ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിൽ വിശ്വസിച്ചു? ബിമാ ഉൻസില ഇലൈക്, താങ്കളിലേക്ക് അവതരിപ്പിച്ച ഒന്നിൽ. അതേതാണ്? ഖുർആൻ. അപ്പോൾ താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഒന്നിൽ തങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്ന് വാദിക്കുന്ന, അങ്ങനെ ജൽപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ കണ്ടില്ലേ? ഖുർആനിൽ മാത്രമല്ല, വമാ ഉൻസില മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളവയിലും. അതെന്താ മുമ്പ് അവതരിപ്പിക്കട്ടെ? അതൊക്കെയാണ് തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, അങ്ങനെയൊക്കെയുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവർ എന്ത് ചെയ്യുന്നു? യുരീദൂന, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവർ പറച്ചിലിൽ മാത്രമേ അവർ ഉള്ളൂ. അവരുദ്ദേശിക്കുന്നു യുരീദൂന അയ്യതഹാകമൂ ഇലത്താഗൂത്ത്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവേതര ശക്തികൾ അല്ലെങ്കിൽ ദുർമൂർത്തികൾ എന്ന് പറയാം. ത്വഗ യത്വഗ എന്നതിൽ നിന്ന് ഉണ്ടായതാണെന്ത്? താഗൂത്ത്. ത്വഗ യത്വഗ തുഗ്യാൻ. കല്ലാ ഇന്നൽ ഇൻസാന ല, അവിടെ എന്താ വരുന്നത്? ലയത്വഗ. കേട്ടോ, ത്വഗ യത്വഗ എന്ന് പറഞ്ഞാൽ എന്താ? അതിര് വിട്ടു, പരിധി ലംഘിച്ചു. അപ്പോൾ തുഗ്യാൻ അതിൽ നിന്ന് ഉള്ളതാണ്, അതിൽ നിന്ന് വരുന്നതാണെന്ത്? താഗൂത്ത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല്ലാത്ത എല്ലാ ശക്തികളും. അള്ളാഹു അല്ലാത്ത ശക്തികൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ അള്ളാഹുവിനെ വെടിഞ്ഞുകൊണ്ട് ഏതേതൊക്കെ ശക്തികളെ ആരാധിക്കുന്നുവോ, ഏതേതൊക്കെ ശക്തികളെ വിളിച്ചു തേടുന്നുവോ അവരൊക്കെ ആരാണ്? താഗൂത്തുകളാണ്, ദുർമൂർത്തികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിലേക്ക് വിധി തേടി പോകുന്നവരെ നിങ്ങൾ കാണുന്നില്ലേ? യുരീദൂന അൻ യതഹാകമൂ ഇലത്താഗൂത്ത് വഖദ് ഉമിറൂ അൻ യക്ഫുറൂ ബിഹി. ശരിക്ക് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനാണ്? അവരെ
അവിശ്വസിക്കാൻ വേണ്ടിയാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. ത്വാഗൂത്തുകളെ വിശ്വസിക്കാനാണോ കൽപ്പന? അല്ല, അവർ അവിശ്വസിക്കാനാണ് അവരോട് കൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അവർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇറക്കിയ ഖുർആനിലും അതിന് മുമ്പ് ഇറക്കിയ എല്ലാ വേദഗ്രന്ഥങ്ങളും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രശ്നങ്ങളിൽ വിധി തേടാൻ വേണ്ടി ഇതേപോലെയുള്ള ദുർമൂർത്തികളുടെ അരികിലേക്ക് അവർ പോകുന്നു എന്നാണ്. വയദ്ഖുലു ഫീ ഹൗലായി, ഇവിടെ തഫ്സീറിൽ കൊടുത്തിട്ടുള്ളത് ദുർമൂർത്തികൾ എന്നുള്ളതിൽ ആരൊക്കെ പ്രവേശിക്കുമെന്നാണോ? കുല്ലു മൻ യതഹാക്കമു ഇല ദജ്ജാലീന വസ്ഹാബുൽ മന്ദലി വറംല്, കേട്ടോ. അതേപോലെ തന്നെ കൽ അറാഫീൻ വൽ കുഹാൻ, കാഹിനുകൾ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യന്മാർ. അറാഫീങ്ങൾ എന്ന് പറഞ്ഞാൽ കണക്ക് നോക്കുന്ന ആൾക്കാർ, കബഡിയൊക്കെ നിരത്തിയിട്ട് ഇങ്ങനെ കണക്ക് നോക്കി പ്രവചിക്കുന്ന കണ്ടിട്ടില്ലേ? ജ്യോത്സ്യന്മാർക്ക് ഭാവി പ്രവചിച്ച് കൊടുക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? ബോർഡൊക്കെ ഉണ്ടാവും ഇവിടെ. അങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ ഭാവിയിൽ എന്തുണ്ടാകും എന്നുള്ള കാര്യങ്ങളെ കാര്യമായിട്ട് ഭാവിയിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ടീമുകളൊക്കെ. അതെല്ലാ മതവിഭാഗങ്ങളിലുണ്ട് കേട്ടോ, എല്ലാ മതവിഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അവരുടെ അരികിലേക്ക് വിധി തേടി പോകുന്ന ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ? അവർ പറയും, നിങ്ങൾക്ക് ഇറക്കിയതിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അതിന് മാത്രമല്ല അതിന് മുമ്പുള്ള എല്ലാ വേദപ്രമാണങ്ങളിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെന്നവർ പറയുന്നു എന്നാണ്. എന്നാൽ ഇത്തരം ദുർമൂർത്തികളെ വെടിയാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ ഇറക്കിയിട്ടുള്ളത്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിലേക്ക് ഒരു നബിയെ അയക്കുക, ഒരു പ്രവാചകനെ നിയോഗിക്കുക എപ്പോഴാണെന്നോ? അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്ന്, അതേപോലെ തന്നെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് ഒരു സമൂഹം വ്യതിചലിച്ചു പോകുമ്പോൾ ഇനി അവർ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല എന്ന് വരുമ്പോഴാണ് തൗഹീദിലേക്ക്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലും അള്ളാഹു റസൂലുകളെ നിയോഗിച്ചിട്ടുള്ളത് അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, കേട്ടോ. സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. അനിഅ്ബുദുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ആരെ വെടിയണം? താഗൂത്തുകളെ വെടിയണം. വജ്തനിബുത് താഗൂത്ത്, അള്ളാഹിനെ മാത്രം ആരാധിക്കണം, താഗൂത്തുകളെ വെടിയണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഏതേതൊക്കെ ദൈവേതര ശക്തികളെ ആരാധിക്കുന്നുണ്ടോ, വിളിച്ചു തേടുന്നുണ്ടോ, സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടോ, ഇസ്തിഗാസ നടത്തുന്നുണ്ടോ, ഏതേതൊക്കെ ശക്തികൾക്ക് നിങ്ങൾ നേർച്ച നേരുന്നുണ്ടോ, അവർക്ക് എന്ത് ചെയ്യണം? വെടിയണം. അപ്പോൾ ആർക്കാ നേർച്ച നേരേണ്ടേ? നേർച്ച ആർക്ക് വേണ്ടി മാത്രമാകണം? അള്ളാഹിൻ്റെ പേരിലാണ്. നമ്മളെ നാട്ടിൽ നടക്കുന്ന നേർച്ചയൊക്കെ ആർക്ക് വേണ്ടിയാ എന്ന് പറയും? നിങ്ങൾ അടുത്തുള്ള നേർച്ച ഏതാ? ഞങ്ങൾക്കൊന്നും ആ ഭാഗ്യമില്ല കേട്ടോ. ഞങ്ങളെ പരിസരത്തൊന്നും എന്തില്ല നേർച്ചത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഒന്നും കേട്ടോ, അത് കാണാൻ. ഇവിടെ നോട്ടീസ്, പരസ്യം, പോസ്റ്റർ എല്ലായിടത്തും ഉണ്ടല്ലോ. ഏത് ഷെയ്ഖിൻ്റെ പള്ളിയിൽ അല്ലേ? ഏത് ഷെയ്ഖാ അവിടെ അല്ലേ? നാട്ടുകാർക്ക് അറിയില്ലേ ഏത് ഷെയ്ഖ അവിടെ അല്ലേ? ഏത് ഷെയ്ഖാണല്ലേ? നമ്മളിപ്പോൾ പിന്നെ ഈ നേർച്ചക്ക് ആന വേണമെന്ന് ആരാ പറഞ്ഞത്? ആനല്ലാതെ എന്തില്ല? നേർച്ചയില്ല. ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ഇബാദത്തിൽ ആനയുടെ സാന്നിധ്യം പറയുന്നുണ്ടോ? ആകെ ഒരു സൂറത്തുൽ ഫീലുണ്ട് അല്ലേ? ഖുർആനിൽ എന്തുണ്ട്? സൂറത്തുൽ ഫീൽ എല്ലാവർക്കും അറിയില്ലേ? ആനപ്പട കഅബ പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് പിന്നെ കൊണ്ടുവന്ന പടയിൽ, സൈന്യത്തിൽ എന്തുണ്ടായിരുന്നു? ഒരാന ഉണ്ടായിരുന്നു. അവരാകെ എന്ത് ചെയ്തു? നശിച്ചു പോവുകയും ചെയ്തു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഇസ്ലാമിൽ ഏത് ഇബാദത്തിനാണ് ആനയും അമ്പാരിയും അതേപോലെ സംഗതിയൊക്കെ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് കൊല്ലം ഈ നേർച്ചയിലൊക്കെ എന്ത് ചെയ്യാണ്? ആന ഇടിഞ്ഞിട്ട് മനുഷ്യന്മാർ മരിക്കണില്ലേ? നമ്മളിങ്ങനെ അങ്ങനെ പോരുമ്പോൾ കാണാം റോട്ടിൽ ഈ വർഷം റോഡ് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം, പരിക്ക് പറ്റിയവരുടെ എണ്ണം. അതെന്തിനാ എഴുതി വെക്കണേ?
എന്തിനെഴുതി വെക്കുന്നത്? ഒരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി, ഡ്രൈവർമാരൊന്ന് കരുതാൻ വേണ്ടിയാണ് ജാതി പണി ചെയ്യരുത്. അതേമാതിരി ഇനി ബോർഡ് വെക്കും, ഇതുവരെ നമ്മുടെ ഈ നേർച്ചയിൽ ആന ചവിട്ടി മരിച്ചവരുടെ എണ്ണം, ആനയാക്രമണത്തിൽ പരിക്കേറ്റമായി എഴുതി വെക്കേണ്ടി വരും, അവയർനെസ് ഉണ്ടാക്കേണ്ട. ആ രീതിയിലെ സംഗതികൾ പോകണം. അപ്പോൾ ഇതാണ്, നോക്കൂ, ഇതൊക്കെ വജ്തനിബു താഗൂത്ത്, ഈ താഗൂത്തുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റേത് ശക്തികളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ, വിളിച്ചു തേടുന്നുണ്ടോ, അവരോട് അദൃശ്യമായ നിലയിൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ, അവരൊക്കെ ആരാണ്? താഗൂത്തുകളാണ്. അദൃശ്യമായ നിലക്കുള്ള ഈ സഹായങ്ങൾ അള്ളാഹു അല്ലാത്തൊരു ശക്തിയിൽ നിന്നും, പടച്ചവനിൽ നിന്നല്ലാതെ ഒരു പടപ്പിനും ആ നിലക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. അള്ളാഹിനെ അല്ലാതെ ആ കാര്യത്തിൽ നമ്മൾ പേടിക്കാൻ പാടില്ല. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാ, അള്ളാഹുവിൻ്റെ സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ സ്വഭാവം ഖുർആൻ പറഞ്ഞെടുത്ത് പറയുന്നു, വയഖ്ശൗനഹു, അവർ ആരെ പേടിക്കുന്നു? അള്ളാഹുവിനെ ഭയപ്പെടുന്നു. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അതും കൂടി പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത മറ്റാരെയും അവർ ഭയപ്പെടുന്നില്ല. ഒരു മുവഹിദിൻ്റെ, ഒരു മുസ്ലിമിൻ്റെ, ഒരു മുഅ്മിനിൻ്റെ വിശ്വാസപരമായ ശക്തിയെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാത്ത വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങൾ ജിന്നിനെ പേടിക്കുന്നുണ്ടോ? നിങ്ങൾ ഇഫ്രിത്തിനെ പേടിക്കുന്നുണ്ടോ? നിങ്ങൾ മലക്കിനെ പേടിക്കുന്നുണ്ടോ? വേറെ ഏതെങ്കിലും ശക്തികളെ പേടിക്കുന്നുണ്ടോ? ഖുർആൻ പറയുന്നുണ്ട്, അവരെ പറഞ്ഞ് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ അവർ ഭയപ്പെടുത്തുന്നു. ആരെ? മരിച്ചുപോയ മഹാത്മാക്കളെ. ഇപ്പോൾ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സ്വർഗത്തിൻ്റെ അവകാശികളാണ്. അവരവരുടെ അമല് കൊണ്ട് സ്വർഗം നേടും. മരിച്ചുപോയ നല്ല ആൾക്കാരാണവർ, അവരെ വിളിച്ച് തേടുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ നേർച്ചയിലൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, നല്ല മനുഷ്യൻ. മമ്പർത്തങ്ങൾ ആരാ? മമ്പർത്തങ്ങൾ ഈ ദീനിന് വേണ്ടി സേവനം ചെയ്ത് ഇവിടെ ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയ മഹാനായ വ്യക്തിയാണ് ആര്? മമ്പറും തങ്ങൾ. മമ്പർത്ത തങ്ങളെ എന്നിട്ട് പറയാം, മമ്പർത്ത തങ്ങളെ കാക്കണേ. അവിടെ ആ ജാറത്തിൽ ഇപ്പോഴും നേർച്ചുണ്ട്. ഇതേപോലുള്ള ജാറങ്ങൾ. വജ്തനിബു താഗൂത്ത്, ഇത്തരം ദൈവേതര ശക്തികളെ, ദുർമൂർത്തികളെ നിങ്ങൾ വെടിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ വന്നത്. ഓരോ കാലത്ത് ഓരോ സംഗതിയായിരിക്കും. റസൂലിൻ്റെ കാലത്ത് നോക്കണം നിങ്ങൾ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂല് പ്രബോധനം ചെയ്യുമ്പോൾ അവിടെ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു അല്ലേ? കഅബൻ്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? എണ്ണം പറയും. 360. കഅബൻ്റെ ഉള്ളിൽ 360 എണ്ണം. അതിലാരും കൂടി ഉണ്ടെന്നോ? കഅബ ഉണ്ടാക്കിയ ആളാരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ബിംബം അതിൻ്റെ ഉള്ളിൽ. പിന്നെ ആരായിരുന്നു കൂടെ കൂടിയിരുന്നത്? മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം. ഇബ്രാഹിം നബിൻ്റെ ബിംബം, ഇസ്മായിൽ നബിൻ്റെ ബിംബം അടക്കം 360 എണ്ണം കഅബൻ്റെ ഉള്ളിൽ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹ് വേളയിൽ അതൊക്കെ ക്ലീനാക്കി കളയാൻ പറഞ്ഞു. പൊങ്ങിക്കിടക്കുന്ന എല്ലാ ഖബറുകളെയും തട്ടി നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞു. ഖബറിൻ്റെ ഉയരം റസൂൽ പഠിപ്പിച്ചെന്ന് എത്രയാ? ഒരു ചാൺ. അത് ഖബറാണെന്നുള്ള അടയാളത്തിന് വേണ്ടി ഭൂമിയിൽ നിന്നൊരു ചാൺ ഉയരത്തിൽ ഇങ്ങനെ മണ്ണിട്ട് പൊക്കിയാൽ മതി. അതും കൂടുതൽ മണ്ണിട്ട് പൊക്കൊന്നും വേണ്ട, അത്രയേ ഉള്ളൂ. മദീനത്ത് ചെന്നാൽ ബഖീഉൽ ഗർഖദ് കണ്ടിട്ടില്ല നിങ്ങൾ? ജന്നത്തുൽ ബഖീ എന്ന് അതിനെ പറയുന്നു. ബഖീഉൽ ഗർഖദ് എന്ന ആ സ്ഥലത്തിൻ്റെ പേരാണിത്, ബഖീഉൽ ഗർഖദ്. അവിടെയുള്ള ഖബറുകൾ ചെന്ന് നോക്കൂ നിങ്ങൾ. അവിടെ കെട്ടിപ്പൊക്കി ഏതെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു ചാണിന് അധികം? ഒരു ചാണ് തന്നെ ചെല്ലുന്ന മണ്ണില്ല. പഴയ ഖബറുകളാണ് അവിടെ, സഹാബിമാരുടെ ഖബറുകളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഖബറാണ് പിന്നെ ഒന്ന് ഏതാണെന്ന് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. കാരണം എന്താണെന്നോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ അന്നത്തെ കലാപകാരികൾ ബഖീഉൽ ഗർഖദിൻ്റെ പുറത്തായിരുന്നു മറമാടിയിരുന്നത്.
പിന്നെ ബക്കീൽ ഉറക്കത് ഇങ്ങനെ വികസിച്ച് വന്ന് ഇപ്പോൾ അതിൻ്റെ നടുവിലാണ്, പാകുള്ളതിൻ്റെ മധ്യത്തിലാണ് അതുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇങ്ങനെയാണ് മനുഷ്യന്മാർ എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിനെ വിട്ട്, പടച്ചവനെ വിട്ട് പടപ്പുകളിലേക്ക് അവരുടെ ഈ ആരാധനകളും തേട്ടങ്ങളും പ്രാർത്ഥനകളും, അത് വളരെ അടിസ്ഥാനപരമായ കാര്യമായതുകൊണ്ടാണ് ഖുർആൻ ഇതിനെ ഗൗരവപൂർവ്വം പറയുന്നത്. ഫമൻ യക്ഫുർ ബിത്താഗൂത്ത് വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ. അപ്പോൾ ഈമാനിൻ്റെ വളരെ ശക്തമായ പ്രതിഫലനം ഉണ്ടാകേണ്ടത് സൂറ ബക്കറ നമ്മൾ പഠിച്ചതാണ്. എത്രാമത്തെ ആയത്ത്? 286 ആയത്ത്. സൂറ ബക്കറയിലെ 286 ആയത്തിൽ പറയുന്നുണ്ട്, ഫമൻ യക്ഫുർ ബിത്താഗൂത്തി വയുമിൻ ബില്ലാഹ്. വല്ലവനും താഹൂത്തിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യാം. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഈ ലോകത്ത് മനുഷ്യന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആരാധ്യ വസ്തുക്കളും എന്തിൽപ്പെടുന്നു? താഗൂത്തിൽ പെടുന്നു. അതാ ഫമൻ യക്ഫുർ ബിത്താഗൂത്തി വയുമിൻ ബില്ലാഹ്. വല്ലവനും താഗൂത്തിൽ അവിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്തിരിക്കുന്നവൻ? ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ഭദ്രമായ ഒരു പാശം, നല്ല ഉറപ്പുള്ളൊരു പിടിവള്ളിയിലാണ് അവന് പിടിച്ചിട്ടുള്ളത്. ആ ഉറപ്പുള്ള പിടിവള്ളി ആരുടെ പിടിവള്ളിയാണ്? അള്ളാഹുവിൻ്റെ ഹബിൽ, അള്ളാഹു ഇറക്കി തന്ന കയറിലാണ് അവന് പിടിച്ചിട്ടുള്ളത്. അത് മുറുകെ പിടിച്ചോളേ. എന്നാൽ ഈ ദുനിയാവിലും നമുക്ക് രക്ഷ ഉണ്ടാകും, പരലോകത്തും രക്ഷ. ആ പിടുത്തൊന്ന് ലൂസായാൽ അത് കിടക്കണ്, എന്ത് ചെയ്യും? വിടും. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ അവൻ ഉപരിലോകത്ത് നിന്ന് പിടുത്തം വിട്ട് വീണവനെ പോലെയാണ്. അപ്പോൾ ആരിലാണ് നമ്മൾ അവലംബിക്കേണ്ടത്? അള്ളാഹുവിൽ അവലംബിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകളെ കാണുന്നില്ല നബി എന്നാണ്. യുരീദൂന അൻ യതഹകമൂ ഇലത്താഗൂത്ത്. അപ്പോൾ ഈ ദുർമൂർത്തികളുടെ അരികിലേക്ക് അവർ വിധി തേടിപ്പോവുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടെയാണെന്ന് കരുതി അവരെന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പോകുന്നു. എന്തെങ്കിലും സാധനങ്ങൾ കളവ് പോയാൽ ആൾക്കാരെന്താ ചെയ്യുക? കളവ് പോയാൽ ഈ വിശ്വാസമുള്ള ആൾക്കാരെന്താ ചെയ്യുക? ആ തങ്ങളുടെ അടുത്തൊന്ന് പോയി വെക്കുക, ആ ബീവിൻ്റെ അടുത്തൊന്ന് പോയി വെക്കുക, അല്ലെങ്കിൽ ആ ജോലിസിൻ്റെ അടുത്ത്, ഈ കാടിക്കൻ കബഡി നിർത്തുന്ന ആളടുത്ത് പോയി വെക്കുക. അവർ പറഞ്ഞാൽ വിശ്വസിക്കുകയാണ്. മറിഞ്ഞ കാര്യങ്ങൾ അവർക്ക് അറിയുമെന്ന വിശ്വാസം തന്നെ എന്തിനെതിരാണ്? വിശുദ്ധ ഖുർആനിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണ്. വൈബിയായ കാര്യങ്ങൾ ആർക്ക് മാത്രമേ അറിയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ്. വഖദ് ഉമിറു അൻ യക്ഫുറു ബിഹി. അപ്പോൾ അവരിൽ അവിശ്വസിക്കാൻ വേണ്ടിയാണ് അവർ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ എന്ത് ചെയ്യുന്നു? വയുരീദു ശൈത്വാനു അൻ യുദില്ലഹും ളലാലൻ ബഈദ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പഠിച്ചവൻ കൃത്യമായിട്ട് പറഞ്ഞുതരാണ്. വയുരീദു ഷൈത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നോ? അൻ യുദില്ലഹും, അവരെ ദലാലത്തിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മാർഗങ്ങളൊക്കെ എന്താണ്? ഹിദായത്താണോ? അല്ല, ഇതെന്താണ്? ലലാലത്താണ്. ശൈത്താൻ അവരെ ലലാലത്തിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുള്ള ലലാലത്താണെന്നോ? ലലാലം ബഈദ, വളരെ വിദൂരമായ വഴിതെറ്റിക്കലാണ്. ബഹുദൂരം പിശാച് അവരെ വഴിതെറ്റിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നാണ്. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള പണി മനുഷ്യന്മാരെ തൗഹീദിൽ നിന്ന് ഇത്തരം വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക എന്നുള്ളതാണ്. എന്നാൽ അവൻ്റെ പണികൾ ഇപ്പോൾ എന്താ? സ്വർഗത്തിൽ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് നരകത്തിൻ്റെ വഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഒരാൾ ശിർക്ക് ചെയ്ത് കിട്ടിയാൽ മതി, എന്ത് ഹറാമായി? സ്വർഗ ഹറാമായി. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. വല്ലവനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. ഖുർആനാണത്. അപ്പോൾ പിശാചിൻ്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോല, നരകത്തിലാക്കാൻ എന്ത് ചെയ്യണം?
അവരെ വഴിപിഴവിലാക്കുക എന്ന തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യുരീദു ശൈത്വാനു അൻ യുളില്ലഹും ദലാലൻ ബഈദ. ആയത്ത് ക്ലിയർ അല്ലേ? ഒന്ന് ഓതി നോക്കൂ. അലം തറ ഇലൽ ലദീന യസ്ഉമൂന അന്നഹും ആമനൂ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക يريدون أن يتحاكموا إلى الطاغوت وقد أمروا أن يكفروا به ويريد الشيطان أن يضلهم ضلالا بعيدا. ഇനി ഇത്തരം ആളുകളോട് വഇദാ ഖീല ലഹും, നബിയെ നിങ്ങൾ അവരോട് പറഞ്ഞാൽ, വൈദാ ഖീലനും, ഇത്തരം വിശ്വാസമുള്ള ആളുകളോട് പറയപ്പെടുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? തആലൗ ഇലാ മാ അൻസലല്ലാഹു വ ഇലർ റസൂൽ, നിങ്ങൾ ഇങ്ങോട്ട് വരി. അല്ലാഹ് അതല്ലല്ലോ നമ്മളോട് പറഞ്ഞത്, അള്ളാഹിൻ്റെ റസൂൽ ഇതല്ലല്ലോ നമ്മളോട് പറഞ്ഞത്, ആണോ? അല്ല. അള്ളാഹുവും റസൂലും പറഞ്ഞ ചര്യയിലേക്ക്, ഈ സുന്നത്തിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ തൗഹീദിലേക്ക് നിങ്ങൾ വരൂ. ശിർക്ക് പരമായ ഈ അന്ധവിശ്വാസങ്ങളെയും ആചാര വൈകൃതങ്ങളെയും നിങ്ങൾ കൈയൊഴിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ റഅയ്തൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ. റഅയ്തൽ മുനാഫിഖീൻ, അപ്പോൾ മനസ്സിൽ കാപട്യമുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും, കപടവിശ്വാസികളെ കാണാൻ കഴിയും. യസുദ്ദൂന അൻക സുദൂദ, നിങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യും? അവർ പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്യുക എന്നാണ്. സ്വദ്ദഅൻ എന്ന് പറഞ്ഞാൽ അഅറള എന്നാണ്, തിരിഞ്ഞു കളഞ്ഞു. യസുദ്ദൂന അൻക സുദൂദ, ഇഅറാദ് ആണെന്ത്? സുദൂദ് എന്ന് പറഞ്ഞാൽ ഇഅറാദ്. മുതഅമ്മിദൻ അൻ ഖബൂലി ഹുക്മിക്ക്, നിങ്ങളുടെ ഹുക്മ, നിങ്ങളുടെ വിധി സ്വീകരിക്കുന്നതിൽ നിന്ന് ധിക്കാരത്തോടുകൂടി അവർ തിരിഞ്ഞു കളയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രവാചകരെ. കാപട്യമുള്ള ആളുകൾ അത് സ്വീകരിക്കൂല, കപടവിശ്വാസികൾ എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. നോക്കൂ, وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلَ اللَّهُ وَإِلَى الرَّسُولِ رَأَيْتَ الْمُنَافِقِينَ يَصُدُّونَ عَنْكَ صُدُودًا فَكَيْفَ, അപ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ നബിയെ? ഫകൈഫ ഇദാ അസ്വാബതുഹും മുസീബത്തും ബിമാ ഖദ്ദമത് ഐദീഹിം, അവരുടെ കൈകൾ മുൻകൂട്ടി ചെയ്തത് നിമിത്തം എന്ന് പറഞ്ഞാൽ അവരുടെ ചെയ്തികൾ നിമിത്തം. ഖദ്ദമത്ത് ഐദീഹിം എന്നുള്ളത് ഖുർആനിൽ വരുന്നൊരു പ്രയോഗമാണ്, ഭാഷയിലുള്ളൊരു പ്രയോഗമാണ്. ഖദ്ദമത്ത്, ഖദ്ദമ എന്ന് പറഞ്ഞാൽ എന്താ? സമർപ്പിച്ചു, ചെയ്തു, മുൻകൂട്ടി ചെയ്തു. യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത്ത്, അവിടെ വന്നിട്ടില്ലേ? വൽ തൻദുർ നഫ്സുൻ, ഓരോ വ്യക്തികളും നോക്കട്ടെ എന്ത്? മാ ഖദ്ദമത്ത് ലി ഗദ്, നാളേക്ക് വേണ്ടി. നാളെ എന്ന് പറഞ്ഞാൽ നാളെ തന്നെയാണ്, അത്ര അടുത്താണെന്ത്? നമ്മുടെ മരണം. നാളെ നമ്മൾ നാളെ എന്ന് പറയുന്നത് ലോട്ടറിക്കാരൻ നാളെ എന്ന് പറയുന്നത് എന്തിനാ വിചാരിക്കുന്നത്? നാളെ എന്ന് എപ്പോഴും സംഭവിക്കാവുന്ന ഒന്നാണെന്ത്? നമ്മുടെ നാളെ. അപ്പോൾ മരണത്തിന് വേണ്ടി നമ്മുടെ ഖദ്ദമത്ത്, അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇതാ അസ്വാബത്തുഹും മുസീബ, അത് മനസ്സിലായല്ലോ. അസ്വാബ യുസീബു എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മുസീബത്ത് ബാധിച്ചു. മുസീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വിപത്ത്. മുസീബത്ത് വിപത്ത്. അസ്വാബ എന്ന് പറഞ്ഞാൽ വിപത്ത് ബാധിച്ചു. ഇതാ അസ്വാബത്തുഹും മുസീബ, അവരെ വല്ല വിപത്തും ബാധിക്കുകയാണെങ്കിൽ ആ വിപത്ത് ബാധിക്കുന്നത് എങ്ങനെയാണ്? ബിമാ ഖദ്ദമത് ഐദീഹിം, അത് അവരുടെ ചെയ്തികൾ നിമിത്തം തന്നെയാണ് വിപത്ത് ബാധിക്കുന്നത്. മനുഷ്യന്മാർ ചെയ്തത് കൊണ്ട് ഒരുപാട് വിപത്ത് ഇവിടെ ബാധിക്കുന്നില്ലേ? ഒരു ഉദാഹരണം പറയും, മനുഷ്യന്മാരുടെ പ്രവൃത്തി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന വിപത്ത്, ലോകത്ത് സംഭവിക്കുന്ന വിപത്ത്.
ഒരു ഉദാഹരണം പറഞ്ഞോളൂ. യുദ്ധം. നിൽക്കാത്ത യുദ്ധങ്ങൾ മനുഷ്യന്മാരുണ്ടാക്കണതിനാണ് വിപത്ത്. യുദ്ധം നോക്കിയപ്പോൾ ഹിരോഷിമ നാഗസാക്കി അല്ലേ, അവിടെ ബോംബ് വർഷിച്ചല്ലോ. അതൊരു വിപത്തല്ലേ? മനുഷ്യ സമൂഹത്തിലുണ്ടായൊരു വിപത്തല്ലേ? ആ വിപത്ത് ഒരൊറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടോ നിന്നോ? അതിൻ്റെ തുടർച്ച എപ്പോഴും ഉണ്ടാകുന്നില്ലേ? ഇപ്പോൾ പോലും അവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അന്ന് കേട്ടോ, അവിടെ ആ വർഷിച്ച ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ചിട്ടുള്ള ആ വിഷലിപ്തമായ അണുബോംബിൻ്റെ പ്രസരണങ്ങൾ മുഖേന ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പോൾ വരെ അംഗവൈകല്യമുള്ളവരായും അതിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. മനുഷ്യൻ ബിമാ ഖദ്ദമത്ത് ഐദിഹിം. അപ്പം ഇങ്ങനെയുള്ള കുറേ മുസീബത്തുകൾ ആരിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ഖുർആൻ പറഞ്ഞല്ലോ, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ. അവിടെ എന്താ പറഞ്ഞത്? ബിമാ കസബത്ത് ഐദിഹിം. കരയിലും കടലിലും വിപത്തുകൾ വ്യാപകമായി പ്രകടമായിരിക്കുന്നു. അവിടെ കസബ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സമ്പാദിച്ചു. മനുഷ്യൻ്റെ ആർത്തിയാണ്. അതുകൊണ്ടാണ് പടച്ചോൻ ഇവിടെ ഈ പ്രകൃതിയിൽ നിലനിൽക്കേണ്ട സന്തുലിതത്വം, പ്രകൃതിയെ എങ്ങനെ ഇവിടെ നിലനിർത്തണം, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെയുള്ള കുന്നും മലയും അതേപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത്. നമ്മളതിനെ തകർത്ത് തച്ചുടക്കുകയാണെങ്കിൽ അതിൻ്റെ ദുരന്തങ്ങൾ നമ്മൾ തന്നെ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കടലിലും കരയിലും ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ മനുഷ്യന്മാരുടെ ഇടപെടൽ കൊണ്ടാണ് അധികം. അപ്പോൾ ശുദ്ധവായു ശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പണ്ടൊക്കെ ടെലിഫോൺ ബൂത്തുകൾ ഉണ്ടായിരുന്നു അല്ലേ? ഇന്ന് ടെലിഫോൺ ബൂത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ടെലിഫോൺ ബൂത്ത് എവിടെയാ? നിങ്ങളെ ടെലിഫോൺ ബൂത്ത് എവിടെയാ? നിങ്ങളെ പോക്കറ്റിലാണ്. ഓരോരുത്തരും പണ്ട് അങ്ങനെ കയറി നമ്മൾ വിളിച്ചോ എന്ന് ആലോചിച്ച് നോക്കൂ. എത്ര നേരം കാണിക്കണേ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇനി ഔറാൻ സാഹിബ് വാച്ച് നോക്കി ഇങ്ങനെ ഫോൺ വിളിക്കും. അതിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ സൗകര്യങ്ങളാണ് ഇനി വരാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഇവിടെ നമ്മൾ നടത്തുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റേതായ ഒരു പ്രതിപ്രവർത്തനങ്ങൾ ഇവിടെ മനുഷ്യന് അനുഭവിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ രോഗങ്ങൾ അത് വരുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ അവരുടെ ചെയ്തികൾ നിമിത്തം തന്നെ അവർക്ക് വല്ല മുസീബത്തും സംഭവിച്ചാൽ സുമ്മ ജാഊക യഹ്ലിഫൂന ബില്ലാഹ്, പിന്നെ നബിയെ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് വരും. സുമ്മ ജാഊക, പിന്നീട് അവർ നിങ്ങളുടെ അരികിലേക്ക് വരുന്നു. എങ്ങനെ വരുന്നതെന്നോ? യഹ്ലിഫൂന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് സത്യം. ഹലഫ ബി എന്ന് പറഞ്ഞാൽ എന്താ? സത്യം ചെയ്തു. ഹലഫ സത്യം ചെയ്തു. യഹ്ലിഫൂന ബില്ലാഹി, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവർ വരുന്നു. എന്നിട്ട് അവർ പറയുന്നത് എന്താണെന്ന്? ഇൻ അറദിനാ ഇല്ലാ ഇഹ്സാനൻ വ തൗഫീഖാ. ഇൻ അറദിന, ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല ഇഹ്സാന, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ലത്, നന്മ. ഞങ്ങളിത് ചെയ്തപ്പോൾ ഉദ്ദേശിച്ചത് എന്താണ്? നന്മയാണ് ഉദ്ദേശിച്ചത്, നല്ലതാണ് ഉദ്ദേശിച്ചത്. വ തൗഫീഖ, തൗഫീഖ എന്ന് പറഞ്ഞാൽ അനുരഞ്ജനം, ഇസ്ലാഹ് എന്നാണ് അതിന് തഫ്സീർ കൊടുത്തത്. തൗഫീഖു എന്ന് പറഞ്ഞാൽ തൗഫീഖ് വൈ ബൈനഹും വ ബൈന ഖുസൂമിഹിം ബിസ്സുൽഹ്, അവർക്കും അവരുടെ എതിർകക്ഷികൾക്കും ഇടയിൽ രഞ്ജിപ്പ് ആണ് ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവർ വരുന്നു. അപ്പോൾ മനുഷ്യന്മാർ ചെയ്യുന്ന ചെയ്തികൾ കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാകും? മുസീബത്തില്ല. അപ്പോൾ ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, അല്ലാത്ത കാര്യങ്ങളുണ്ടോ? മനുഷ്യർക്കിടയിലുള്ള കാര്യങ്ങളില്ലേ? ഒരാൾക്ക് വാക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. വാക്ക് കൊടുക്കുക, കരാറ് ഒരു വലിയ സംഗതിയല്ലേ? ഒരിക്കലും പിന്നെ അത് ലംഘിക്കാൻ പാടില്ല എന്ന്. കാരണം നമ്മുടെ ഈമാനിൻ്റെയും നിഫാഖിൻ്റെയും അടയാളങ്ങൾ പറഞ്ഞെടുത്ത് റസൂല് പറഞ്ഞാണത്. ആയത്തുൽ മുനാഫിഖ് സലാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അർബ എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസുണ്ട്, 3, 4 പറഞ്ഞിട്ടുണ്ട്. ഇതാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ കരുതിക്കോളി. ചില ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു? വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ നാവ് ഇങ്ങനെ ചൊറിയും. കരുതണം.
ഇദാ ഹദ്ദസ കദബ. രണ്ടാമത്തെ വഇദാ വഅദ അഖ്ലഫ. ആരോടെങ്കിലും എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലംഘിക്കുക. വാക്ക് കൊടുത്താൽ ലംഘിക്കുക എന്ന് പറയണപ്പം വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും എന്ന് പറഞ്ഞാൽ എന്തോ സാധനമാണ് ഇത് ആൾക്കാർ കേട്ടോ. വാഗ്ദാനം കൊടുത്താൽ മലയാളം പറയുമ്പോൾ മനുഷ്യന്മാർക്ക് കുറച്ചും കൂടിയുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പോകുന്ന രീതിയിൽ ചിലത് പറയേണ്ടതുണ്ട്. വാക്ക് കൊടുത്താൽ ലംഘിക്കുന്ന എന്താണ്? നിഫാക്കാണ്. വാക്ക് കൊടുത്താൽ ലംഘിക്കാൻ പാടില്ല. നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായിട്ടാണ്. വഅദ അഖ്ലഫ വഇദ ഉത്മിന ഖാന. എന്തെങ്കിലും കാര്യത്തിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വഞ്ചിക്കുക. വസ്തുക്കളുമാകാം വസ്തുതകളുമാകാം. കോൺക്രീറ്റ് അൺകോൺക്രീറ്റ് രണ്ടും അതിൽ പെട്ടതാണ്. മൂർത്ത രൂപത്തിലുള്ള സംഗതികൾ ആണെങ്കിലും അമൂർത്തമായതാണെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളോട് ഒരു സംഗതി പറയാണ്, ഇതാരോടും പറയരുത്. ചില കാര്യങ്ങൾ അങ്ങനെ പറയും വേണ്ടി ഒരു മനുഷ്യന്. എല്ലാം മനസ്സിന് താങ്ങാൻ കഴിയാതെ ആരോടെങ്കിലും ഒന്ന് പറയേണ്ടി വരും. അങ്ങനെ ഇത് ഒരു അമാനത്ത് എന്ന നിലക്ക് എന്നോട് ഞാൻ പറയാണ്, ആരോടിത് പറയാൻ പാടില്ല. അങ്ങനെ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ലംഘിക്കുന്നത് മുഖേന എന്തൊക്കെ സംഗതികൾ ഉണ്ടാകുന്നു? കുടുംബം എന്ത് ചെയ്യുന്നു? തകരുന്നു. ബന്ധങ്ങൾ ശിഥിലമാകുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇവിടെ സംഗതികൾ എന്ത് ചെയ്യേണ്ടതാണ്? മനസ്സിലാക്കേണ്ട. വഇദ ഉത്മിന ഖാന. അതേപോലെ തന്നെ നാലാമത്തെ എന്തായാലും പറഞ്ഞത് വഇദ ഖാസമ ഫജറ. നല്ല അടുത്ത ആളുകൾ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? ഫജറ എന്ന് പറഞ്ഞാൽ അവർക്കിടയിലുള്ള എല്ലാ മാറാപ്പുകളുടെയും ഭാണ്ഡങ്ങളുടെയും കെട്ടഴിച്ചിട്ട് ആകെ അവർ എന്ത് ചെയ്യും? പരത്തി പരസ്യമാക്കും. ഇങ്ങനെയുള്ള സ്വഭാവം മുഅ്മിനുകൾക്ക് ചേർന്നതല്ല, അത് കപടന്മാരുടെ സ്വഭാവമാണെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. ഇവിടെ മുനാഫിക്കീങ്ങളെ പറ്റിയാണ് പരാമർശം കേട്ടോ. മുനാഫിക്കീങ്ങൾ പഠിച്ചവൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? വരുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങളിതുകൊണ്ട് മനുഷ്യന്മാർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഐക്യം അതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് ഞങ്ങളെ വിചാരം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവരെന്ത് പറയുന്നു? ഇൻ അറദ്നാ ഇല്ലാ ഇഹ്സാനൻ വ തൗഫീഖ. ഞങ്ങൾ നന്മയും രഞ്ജിപ്പുമല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നവർ പറയുന്നു. എന്നാൽ അവർ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നുപോയിട്ടുണ്ട്. നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഫضല് കൊണ്ട് ഞങ്ങൾക്കതെല്ലാം പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾ, രോഗത്തിൻ്റെ വേദനകളും ചലനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ രോഗികൾക്കും റഹ്മാനെ ഇവിടെ രോഗത്തിന് ശിഫയും ശമനവും സമാധാനവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.